ചക്രവർത്തി സാറേ നമസ്കാരം. നമസ്കാരം സാറേ, നമ്മൾ അല്പം മുമ്പ് കേട്ട ഒരു മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ റീസെൻ്റായിട്ട് കേട്ട ഒരു വാർത്തയാണ്. ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു, ഈ കഴിഞ്ഞ ഇലക്ഷനിലെ തോൽവി സംഘടനാ പിഴവ് കൊണ്ട് തന്നെയാണ്, പാർട്ടിയിലെ അണികൾക്ക് ആത്മവിശ്വാസം കൂടിപ്പോയി എന്ന്. സാർ, ഒരു പാർട്ടി സെക്രട്ടറി തന്നെ സംഘടനാ പിഴവ് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ആത്മവിമർശനമാണ്, സ്വയം വിമർശനം പാർട്ടി ഉള്ളതാണ്, സമ്മതിച്ചു. പക്ഷേ ഒരു പാർട്ടി സെക്രട്ടറി സമ്മതിക്കുന്നത് തൻ്റെ കഴിവുകേട് കൂടിയല്ലേ ആ പറയാതെ പറഞ്ഞു? അയ്യപ്പദാസ്, ഇതിനകത്ത് നമ്മളത് എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇപ്പോൾ നമ്മളൊരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചീഫായിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റി എന്നുണ്ടെങ്കിൽ EMS അത് മുടക്കമുള്ള ആളുകൾ ഇതുപോലെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എം വി ഗോവിന്ദൻ മാഷ് നേരിട്ട് വന്ന അദ്ദേഹത്തിനെ കുറിച്ച് മാത്രമുള്ള അഭിപ്രായമല്ല. CPM സംഘടനാ സംവിധാനം താങ്കൾക്ക് ഗംഭീരമായിട്ട് അറിയാം. ബ്രാഞ്ച് മുതൽ ജില്ലാതലം മുതൽ ഏറ്റവും ആദ്യം സംസ്ഥാന കമ്മിറ്റി വരെയുള്ള വിമർശനങ്ങളെ ക്രോഡീകരിച്ച് പറയുന്ന ഒരാൾ മാത്രമാണ് എം വി ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചോളം അദ്ദേഹം പറയുന്നത് ശരിയാണ്, അദ്ദേഹത്തിൻ്റെ കൂടി വീഴ്ച ഉണ്ടാകും, അല്ലെങ്കിൽ അത് മുൻകൂട്ടി കാണാനോ ചിലപ്പോൾ അതിനെ വേണമെങ്കിൽ ഒന്നുകൂടി എനർജൈസ് ചെയ്യാനോ അദ്ദേഹത്തിന് പറ്റിയില്ല എന്ന് പറയുന്ന വിമർശനം താങ്കൾക്ക് ഉന്നയിക്കും. പക്ഷെ അതുപോലും തുറന്നു പറയുന്നത് ഞാൻ കാണുന്നത് CPM ഏറ്റവും വലിയ ഗുണമായിട്ടാണ്. കാരണം എന്നോടൊരിക്കൽ CP ജോൺ സംസാരിക്കുമ്പോൾ ജോണേട്ടൻ പറഞ്ഞൊരു വാചകമുണ്ട്, CPM കണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രതീഷേ, അത് BJP പോലും ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വയം വിമർശനവും ആത്മവിമർശനവും അതുപോലെ തന്നെ അത്തരം ഗംഭീരമായി ഇത് അനലൈസ് ചെയ്യലും വിജയമുണ്ടെങ്കിലും പരാജയമുണ്ടെങ്കിലും അത് അതിഗംഭീരമായി പഠിക്കുകയും അതിൽ പോലും വന്ന കുറവുകൾ അവർ കണ്ടെത്തുകയും ചെയ്യുന്നൊരു പാർട്ടിയാണെന്നാണ്. ഇത് ഗോവിന്ദൻ മാഷ് പുറത്ത് പറഞ്ഞതിന് ഞാൻ അത്രേ കാണുന്നുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം അയ്യപ്പദാസേ, ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാം. അത് അറിയാൻ പാടില്ലാത്തൊരു കാര്യം, പുറത്ത് പറയുന്നത് 10% മാത്രമേ പുറത്ത് പറയുള്ളൂ. അത് പുറത്ത് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്നത്രയും മാത്രമേ പുറത്ത് പറയുള്ളൂ. പക്ഷെ പാർട്ടിക്ക് അതിഗംഭീരമായിട്ട് അറിയാം ഇതിൽ എവിടെയാണ്. ഇപ്പൊ പലരും പറയുന്നുണ്ട് ഭരണത്തിന്റെ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, ഭരണത്തിൽ കുഴപ്പമുണ്ടായിരുന്നു എന്നൊക്കെ ഇവർ പുറത്ത് സമ്മതിക്കാൻ പറ്റില്ല. അത് യാഥാർത്ഥ്യമാണ്. നാളെ ഇപ്പൊ ഇവിടെ കോർപ്പറേഷൻ ഭരണത്തിൽ പുറത്ത് ഇപ്പൊ ആര്യ ഭരിച്ചതിന് കുഴപ്പമുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നു, പാർട്ടിക്ക് അറിയാതെ. പക്ഷെ അത് പറയില്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ അത് അവർക്ക് തന്നെ എതിരെയുള്ള ഒരു ആയുധം പൂർണ്ണ പരാജയം, അത് ആയുധം കൊടുക്കലാവും. അതുകൊണ്ട് വളരെ സ്ട്രാറ്റജിക്കലി കൃത്യമായി 10% കാര്യങ്ങളെ പുറത്തു പറയുള്ളൂ. ചില ആളുകളൊക്കെ എന്നോട് പറയാറുണ്ട്, അതായത് ഇവർക്കിത് മനസ്സിലാകണില്ലേ, ബോധമില്ല എന്നൊക്കെ. എനിക്ക് കേൾക്കുമ്പോൾ ചിരിയാണ് വന്നത്. എത്ര ബോധം ഉണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യം ഇപ്പൊ നാളെ VD സതീശന് വന്നിട്ട് പറയാൻ പറ്റുമോ? അതായത് കോൺഗ്രസിനകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, തൊഴുത്തിക്കുത്തുണ്ടായിരുന്നു, ഇതാണ് പ്രശ്നം എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അത് കരുണാകരനുണ്ടായപ്പോഴും അതുപോലെ തന്നെ കരുണാകരനുണ്ടായപ്പോഴും കരുണാകരൻ പറഞ്ഞൊരു വാചകം ഓർമ്മയില്ല, TV കാണുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു സെബാസ്റ്റ്യൻ പോൾ മത്സരിക്കുമ്പോൾ. TV ആണ് ചിഹ്നം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പല കമന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ CPM നിന്ന് അതുപോലും ഉണ്ടാവാറില്ല. കാരണം CPM ഒരു ഇരുമ്പ് വറയ്ക്കുള്ളിലുള്ള ഒരു സ്റ്റാലിനിസ്റ്റ് രീതിയുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി പക്ഷെ ഒരു കാര്യം കറക്റ്റാണ് അയ്യപ്പദാസെ, അത് ഗംഭീരമായി ഈ തോൽവിയെ വിലയിരുത്തുകയും എങ്ങനെ അതിനെ മറികടക്കാമെന്ന് അവർ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലുള്ള ഒരു സംശയവും എനിക്കില്ല. ഞാൻ ഒരു തവണ AKG സെന്ററിലല്ല, മറ്റേ AKG പഠന ഗവേഷണ കേന്ദ്രമുണ്ട്, അതായത് നമ്മുടെ തോമസ് ഐസക് അതിന്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന AKG. അവിടെ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന ഒരു രംഗം എന്താണെന്നറിയോ അയ്യപ്പദാസെ? ആ രംഗം ഞാൻ ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ്, തോമസ് ഐസക്കിനെ. അപ്പൊ തോമസ് ഐസക് അവിടെ ഇല്ല. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഒഴികെ, പിണറായി വിജയൻ അവിടെ രാവിലെ വന്നിട്ട് പോയി, ബാക്കിയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരടക്കം മുഴുവൻ പേരും ഈ കഴിഞ്ഞ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ശില്പശാലയിൽ പങ്കെടുക്കുകയാണ് 3 ദിവസം. ആര്? ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും മുകളിലേക്കുള്ള ആളുകൾ മൊത്തം എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീരമായി ഒരു കൃത്യമായി ഒരു പരിപാടികൾ ആസൂത്രണം മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ സ്റ്റിൽ അതിലുള്ള വിമർശനങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ തുറന്നു പറയുന്നു. ആ പറഞ്ഞത് തന്നെ അവർ ഒരു 10% പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അത് നേരത്തെ മുൻകൂട്ടി അവർക്ക് തോന്നിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ സംശയം ഇതിപ്പോൾ സാറ് പറഞ്ഞ 10% പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് തന്നെ അറിയാം അല്ലേ, ഇവർക്ക് എന്തൊക്കെ വിരുദ്ധതകളാണ് ഉണ്ടായത്? തീർച്ചയായിട്ടും ഒരു സംശയമില്ല കാര്യത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഉറപ്പായിട്ടും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് അതറിയാം. കാരണം അദ്ദേഹം പോലും ഇത് കൃത്യമായി പഠിക്കാനുള്ള ആളുകളെ ഏർപ്പെടുത്തുകയും അത് പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറ്റിയിട്ടുള്ളത്, എന്താണ് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അവർക്കറിയാം. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ലോക്സഭയിലേക്ക് പരാജയമുണ്ടായപ്പോൾ അവർ പഠിച്ചില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ലോക്സഭയിലേക്ക് പരാജയമുണ്ടായപ്പോൾ തന്നെ അവർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ലോക്സഭയിലേക്കാൾ 2.5% വോട്ടുകൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം.
പ്ലസ് വലിയ വിരുദ്ധ തരംഗം എന്നൊക്കെ പറയുമ്പോൾ പോലും അറിയേണ്ടത് അയ്യപ്പാസ് അറിയേണ്ടത് 59 മണ്ഡലങ്ങളിൽ അവർ ജയിച്ചു. ഇനി അയ്യപ്പാസ് അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. കോൺഗ്രസ് നേരത്തെ UDF കൈവശം വെച്ചുകൊണ്ടിരുന്ന 3 മണ്ഡലങ്ങളിൽ അവർ ജയിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയോ? ഒന്ന് പാല, പിന്നെ മറ്റേ PC വിശ്വനാഥിന്റെ കുണ്ട്ര, ഇങ്ങനെ 3 സ്ഥലത്ത് അവർ പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ടിൽ ഭൂരിപക്ഷം വന്നിട്ടുണ്ട്. ഇപ്പൊ പാലായിൽ മറ്റേ നമ്മുടെ പുള്ളി ഉണ്ടല്ലോ, പാലായിലെ മെമ്പർ ഇപ്പോഴത്തെ മാണി സി കാപ്പൻ തന്നെ പറയണത് എനിക്ക് വേറെ ഏതെങ്കിലും മണ്ഡലം നന്നാകുന്നു പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയോ? ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം മാണി സി കാപ്പന്റെ പാലായിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF-നാണ് മുൻതൂക്കം. അപ്പൊ അത്തരത്തിൽ ഞാൻ പറയുന്നത് ഒരു 3 മണ്ഡലങ്ങൾ UDF-ന്റെ ഉണ്ടായത് പിടിച്ചെടുക്കാനും കൂടാതെ 54ഓളം മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നിലനിർത്താനും ഒക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 13 മണ്ഡലങ്ങളിൽ കൂടി ഒരു കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അധികാരത്തിൽ വരാം. 70-72 മതിയല്ലോ അധികാരത്തിൽ വരാം. അപ്പൊ അത്രയും ലെവലിലേക്ക് അധികാരത്തിൽ വരാം. അതുകൊണ്ട് ഇതിൽ വലിയ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടാവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നു. സാറ് കരുതുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ജനങ്ങൾക്ക് അത്ര കണ്ട് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം, മുഖ്യമന്ത്രിയുടെ 52 കാർ, ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ മുഖ്യമന്ത്രിക്കെതിരെ ജനരോഷം ഉണ്ടെന്നും ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നും ചർച്ച ചെയ്തിട്ടുണ്ടാകും. അത് 2 ദിവസത്തിനകത്ത് നമുക്ക് മാധ്യമങ്ങളിലൂടെ. അല്ല, ഇത് ഞാൻ യഥാർത്ഥത്തിൽ ഈ ഇപ്പൊ ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഇത് തോൽവിയല്ലെന്നും ഞങ്ങൾ തോറ്റിട്ടില്ലെന്നും ഒക്കെ ഏറ്റവും ആദ്യം CPM പറഞ്ഞു എന്ന് പറഞ്ഞ് വലിയ ട്രോളുകളും കളിയാക്കലുകളും ഒക്കെ വന്നു. ഈ കളിയാക്കലുകൾ ട്രോളുകളൊക്കെ വന്നപ്പോഴത്തേക്ക് CPM-നെ പോലൊരു പാർട്ടി തോറ്റിട്ടില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? തോറ്റതന്നെ അവർക്കറിയാം. പിന്നെ അവർ ചർച്ചയ്ക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യും? പല ന്യായീകരണങ്ങളും ഒക്കെ ചമക്കുകയും അതിൽ പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്യും. അതിനൊക്കെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളായതുകൊണ്ടാണ്. മനസ്സിലായി. പക്ഷേ സാർ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം സാർ. ഇനിയിപ്പോൾ വീട് തോറും കയറി ഇറങ്ങാൻ പോകുന്നു, അവർ വീട്ടിൽ ജനങ്ങളെ കാണുന്ന പരിപാടി ആരംഭിക്കുന്നു. സാർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ വോട്ട് തിരിച്ച് കിട്ടുമെന്നൊക്കെ അവർ ചിന്തിക്കുന്നത് ഒരു വിഡ്ഢിസ്വർഗത്തിലാണ്. വോട്ട് തിരിച്ചു കിട്ടാൻ ഇതൊന്നും മാത്രമല്ല കാരണം. ഇപ്പൊ ഉദാഹരണത്തിന് ഈ തദ്ദേശ സ്വയം കഴിഞ്ഞ തവണ ഇപ്പൊ ശബരിമലയുടെ കേസിൽ ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് തോന്നിയപ്പോഴേക്കും CPM ആ തന്ത്രം വളരെ എഫക്റ്റീവായി നടപ്പിലാക്കുകയും 2019 ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചയിൽ നിന്ന് 2021 8 സീറ്റുകൾ കൂടിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തതല്ലേ. അപ്പൊ ഇത് തിരുത്താൻ കഴിയാത്ത കാര്യമൊന്നും ആണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഒരു കാര്യം. രണ്ടാമത്തത് സാർ, എന്നിട്ട് ഒരു കാര്യം കൂടെ, പത്മകുമാറിനെതിരെ ഒരു നടപടിയും എടുക്കില്ലെന്ന് പറഞ്ഞു. പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് വലിയൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് CPM ചെയ്യേണ്ടതാണ്, സംശയമില്ല കാര്യത്തിൽ. അല്ല, അത് എന്തുകൊണ്ടാണെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. കാരണം പത്മകുമാർ ഇപ്പൊ ആളുകളൊക്കെ പറയുന്ന പോലെ പത്മകുമാർ പുറത്തുപോയി എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ല, അതുപോലും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അയ്യപ്പാസിന് അറിയാം, നേരിട്ട് പത്മകുമാറിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസുകാരുടെ ഫോൺ കൊടുത്തിട്ട് പത്മകുമാറോട് പറയാണ് തൽക്കാലത്തേക്കൊന്ന് അത് പാർട്ടി ഒന്ന് മുഖം രക്ഷിക്കാനാണ്, വേറെ നമ്മളെല്ലാ ഹെൽപ്പും ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പാർട്ടി എത്രയോ പേര് അങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ കൈവിട്ട് കളഞ്ഞില്ല. അപ്പൊ കൈവിട്ട് കളയില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പേടി പാർട്ടിക്കുണ്ടെങ്കിൽ പാർട്ടി അത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സ്റ്റിൽ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യം ഉണ്ട്. അതില്ലെന്ന് പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് എന്നിട്ടൊരു നടപടി എടുക്കാത്തത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ വിശ്വാസം എന്താണെന്നറിയോ ഇപ്പൊ ഞാനൊരു വൈഡ് ഗസ് പറയാണ്. എന്റെ കയ്യിൽ ഒരു തെളിവില്ല. പക്ഷെ ഞാനൊരു വൈഡ് ഗസ് പറയുന്നതെന്ന് വെച്ചാൽ ഈ സംഭവം അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഇതൊന്ന് ചർച്ചയാവട്ടെ എന്ന് CPM പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പത്മകുമാർ വിഷയവും ശബരിമല തൊട്ടക്കളെ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ചില കാര്യങ്ങൾ വരാനിരിക്കുന്നു. അത് പാർട്ടിക്കും ചിലപ്പോൾ CPM-നും LDF-നും ഒക്കെ ഗുണകരമാകുന്ന ചില കാര്യങ്ങൾ. ഗുണകരമാണോ അതേ പാർട്ടിക്കകത്ത് തന്നെ ഉൾപോറിന്റെ ഫലമായി ഉൾപോറിന്റെ ഭാഗമായിട്ടാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കൊക്കെ നീളുന്ന ബന്ധങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം എന്നാണ്. ഇപ്പൊ ചില കാര്യങ്ങൾ ശിവകുമാറിന്റെ കേസിൽ വന്നു, അതുപോലെ അടൂർ പ്രകാശിന്റെ കേസിൽ വന്നു, അതുപോലെ തന്നെ സോണിയാഗാന്ധിനെ 2 ദിവസം കണ്ടത് വന്നു. ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ഇനിയും വന്നേക്കാം. അപ്പൊ അങ്ങനെ വന്നേക്കാമെന്ന് പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും എന്ത് ചെയ്യട്ടെ, കത്തി നിൽക്കട്ടെ എന്ന് വിചാരിക്കും. CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെയും സംബന്ധിച്ച് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ഒരു 2 കൊല്ലം അയ്യപ്പാസ് കൃത്യമായിട്ടും ശ്രദ്ധിച്ചാൽ ചില 1-2 യുവ നേതാക്കന്മാരെ പൊക്കിക്കാണിക്കുന്നതിൽ CPM പോലും വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ ഒന്നും എന്ത് ചെയ്യുന്നതിൽ, അറസ്റ്റ് ചെയ്തോ വേറെ എന്തെങ്കിലും ചെയ്തോ ഒക്കെ എലിവേറ്റ് ചെയ്ത് വിടുന്നതിലും അവരെ ചർച്ചയാക്കുന്നതിലും അവരെന്തോ ഭയങ്കര സൂപ്പറാണെന്ന് പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ CPM പോലും വലിയ തോതിൽ അവരെ ആക്രമിക്കാനൊന്നും നിന്നില്ല. പക്ഷെ അവരങ്ങനെ ഹൈറ്റിൽ പോയിട്ട് എന്ത് പറ്റി, താഴെ പോയി. പിന്നെ വെടിവെച്ചിടുമ്പോഴേക്കും അത് കോൺഗ്രസ് പാർട്ടിയെ വലിയ തോതിൽ
ഗുണം ചെയ്തിട്ട് ബാധിക്കും. മനസ്സിലായി? കോൺഗ്രസ് പാർട്ടിയെ വലിയ തോതിൽ അത് ബാധിക്കും. ഇപ്പൊ താങ്കൾ ഇവിടെ ക്രൈം ഓൺലൈനിന്റെ ഒരു വലിയ ഫേസായി മാറിയതിനു ശേഷം താങ്കൾക്കെതിരെ ഒരു ആരോപണം വന്നാൽ ക്രൈമിനെ ബാധിക്കും. അതേസമയം താങ്കൾ ഒരു സൈഡ് റോളാണ് ഇവിടെ എടുക്കുന്നതെങ്കിൽ അത് വലിയ തോതിൽ ബാധിക്കില്ല. മനസ്സിലായി? അപ്പൊ അതേപോലെ ഈ പറയുന്ന ചില കാര്യങ്ങൾ കൂടി CPM കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വെറും തോന്നലായിട്ട് പെടുത്താൻ. സാറ് പറഞ്ഞ പോലെ ഇന്റലിജൻസ് ഒക്കെ ചിലപ്പോൾ അവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ ഞാൻ പറയുന്നത് ഈ സോണിയാഗാന്ധിക്കെതിരെയുള്ളത്, അതുപോലെ തന്നെ സോണിയാഗാന്ധിക്ക് ചരട് കെട്ടി കൊടുക്കുന്നത്, അടൂർ പ്രകാശാണോ ആന്റോ ആന്റണിയാണോ ആരാണോ ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത് എന്നൊക്കെ ചോദ്യത്തിന് ഉത്തരം പറയാൻ യഥാർത്ഥത്തിൽ UDF കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതിനേക്കാൾ വലിയ കുറച്ച് ഇപ്പോൾ ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് ഇലക്ഷന് ഫണ്ട് മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പല കാര്യങ്ങളും ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് വന്നേക്കാം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ കൂടി ഉണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു വൈഡ് ഗസ്സാണ്, എൻ്റെ ഒരു തോന്നലാണ്. അപ്പോൾ സാർ, ഇനി വീടുകൾ തോറും കയറി ഇറങ്ങി ഒരു അപ്പോളജി ചെയ്താൽ ജനമെല്ലാം മറക്കുന്നു വരുന്നു. അല്ല, വീടുകൾ തോറും കയറി ഇറങ്ങി അപ്പോളജൈസ് ചെയ്യും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിനേക്കാൾ വലിയ നരേഷൻ ബിൽഡ് ചെയ്യാൻ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയാണോ? ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി മാത്രമായിരിക്കില്ല. അവരേതാണ്ട് ഗവൺമെന്റ് നേതൃത്വത്തിൽ തന്നെ 20 കോടി രൂപ മുടക്കി എല്ലാ വീടുകളും വിസിറ്റ് ചെയ്തുള്ള വലിയ സർവേ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ആ സർവേ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമ്പോൾ ഓരോ ആളുകളും എന്താണ്, അവരോട് എങ്ങനെ പറയണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മൈക്രോ ലെവൽ സ്ട്രാറ്റജി അവരുടെ കയ്യിലുണ്ടാവും. ഉദാഹരണത്തിന് തൃക്കാക്കര ഇലക്ഷൻ നടത്തിയപ്പോൾ വലിയ സമ്പന്നരായിട്ടുള്ള മുസ്ലിമിന്റെ വീടുകളിലൊക്കെ തന്നെ കയറിയത് യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസാണ്. മനസ്സിലായോ? ചെറിയ കുറച്ചുകൂടി ഇതായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ കയറിയത് മുസ്ലിം MLA-മാരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത്തരത്തിൽ ഞാൻ പറയുന്നത് ഓരോ സ്ഥലത്തും എന്ത് പറയണം, എങ്ങനെ ചെയ്യണമെന്ന് വളരെ കൃത്യമായി മെറ്റിക്കുലസ്ലി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പദ്ധതി CPM-നുണ്ടാവും. അത് വിജയിക്കില്ല എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും കണ്ട പിന്നത്തെ കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള പദ്ധതി ഉണ്ടാവും. ആ പദ്ധതിയുടെ വിജയിക്കാനുള്ള 1-2 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മറ്റത്തൂരിൽ LDF CPM കോൺഗ്രസിന്റെ മൊത്തം തന്നെ പാർലമെന്ററി പാർട്ടിയിലെ 8 പേരും കൂടി രാജിവെച്ച് BJP-യിലേക്ക് പോയത്, അത് വളരെ കൃത്യമായി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മനസ്സിലായോ? ബാംഗ്ലൂരിലുണ്ടായിട്ടുള്ള മുസ്ലിം ഭവനങ്ങളിൽ ഈ പറഞ്ഞ പോലെ ബുൾഡോസർ രാജ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ തന്നെ ഒരു ഡിഫൻസിലേക്ക് എത്തിക്കാൻ, UDF-ന്റെ ഡിഫൻസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ എന്ത് പറയണം, എന്ത് പറയണ്ട എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ള പദ്ധതി അവർക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഏതായാലും നമുക്ക് നമ്മുടെ സംസാരം അവസാനിപ്പിക്കുന്ന മുമ്പ് എനിക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാനുള്ളൂ. അവർ സ്വയം വിമർശനം നടത്തിയ കൂട്ടത്തിൽ ജനം കരുതുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ജനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാതിരിക്കുമെന്ന് അയ്യപ്പദാസിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും. ഈ ബ്രാഞ്ചിലുള്ള ഈ സാധാരണക്കാരായിട്ടുള്ള 5.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ, ഞാൻ പറയുന്നത് ചർച്ച ചെയ്യും. ഒന്ന്, ലോക്കൽ കമ്മിറ്റികളിൽ ഇത് ചർച്ച ചെയ്യാതിരിക്കും. ഏരിയ കമ്മിറ്റി വരെ ഞാൻ പറയുന്നു കൃത്യമായിട്ട് ആളുകൾ ചർച്ച ചെയ്യും. ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ ഭയമോ ചിലപ്പോൾ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അതുവരെയുള്ള ചർച്ചകൾ അതിഗംഭീരമായി പാർട്ടിയിൽ നടക്കും. കാരണം ഈ പാർട്ടി അറിയാതിരുന്നിട്ടും ഉണ്ടാകില്ല. ഇല്ല, അത് പൂർണ്ണമായിട്ട് അറിയും. അപ്പൊ അത് പൂർണ്ണമായിട്ട് അറിയുമെന്ന് മാത്രമല്ല, ഈ പാർട്ടിയിൽ നിന്ന് 1 രൂപ പോലും ആവശ്യമില്ലാത്ത, ജീവിക്കാൻ ഒരു തരത്തിലുള്ള സമ്പത്തും ആവശ്യമില്ലാത്ത, ഇതിനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ, മുഖത്തോക്കി അഭിപ്രായം പറയാൻ തയ്യാറുള്ളവർ ഇപ്പോഴും ആ പാർട്ടിക്കകത്തുണ്ട്. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഇത് പറയും. ഇത് അവർ അറിഞ്ഞിട്ടും ഉണ്ടാവും. അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യും, തന്ത്രങ്ങൾ മെനയും. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഞാൻ അയ്യപ്പാസിനോട് പറയാം. ഇപ്പൊ പോലും ഈ ഭരണവിരുദ്ധ വികാരത്തെ ഒന്ന് മൈൽഡാക്കാൻ കഴിഞ്ഞത് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷനുകളും അതുപോലെ തന്നെ 1000 രൂപയുടെ സ്കീമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. 35-60 വയസ്സിനത്. ആ 35-60 വയസ്സിനടക്കുള്ള ആളുകൾക്ക് പൈസ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായില്ല. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇനി അടുത്ത 4-5 കൊല്ലം എന്ന് പറഞ്ഞാൽ 60-62 ലക്ഷം 33 ലക്ഷത്തോളം പേർക്ക് അത്തരത്തിൽ 1000 രൂപ വീതവും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കൂട്ടിയിട്ട് 2000 രൂപ വീതവും 62 ലക്ഷത്തോളം പേർക്ക് 2500 രൂപ ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും കാത്തിരുന്ന് കാണണം.